ഞാനും ഷായും കൂടെ ധനുഷ്കോടി പോകുന്ന വഴിയാണ്. ഇപ്പൊ ധനുഷ്കോടി നമ്മൾ എത്തിയിട്ടില്ല, പോകുന്ന വഴിയാണിത്. പോകുന്ന വഴിക്ക് ഞാനിങ്ങനെ മധുരയിൽ നിന്ന് നമ്മൾ എടുത്ത ഫോട്ടോസും ഒക്കെ എഡിറ്റിങ്ങും പോസ്റ്റിങ്ങും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കിലായിരുന്നു. ഉച്ചയായപ്പോഴത്തേക്ക് നന്നായി വിശന്നു. വലിയ റേറ്റിംഗ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും തൽക്കാലം നമ്മളൊരു ഹോട്ടൽ കണ്ടുപിടിച്ചു. ഹോട്ടൽ സംഭവി ചിക്കൻ ബിരിയാണിയാണ് ഞങ്ങൾ രണ്ടുപേരും ഓർഡർ ചെയ്തത്. ബിരിയാണിക്ക് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മുന്നേയും പറഞ്ഞിട്ടില്ലേ, ഈ ചിക്കൻ ബിരിയാണിയിലെ ആ ഒരു മുട്ടയും കൂടെ കൂട്ടി കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇതിപ്പോ കണ്ടപ്പോ ചിക്കൻ ബിരിയാണി കഴിക്കാൻ വല്ലാത്തൊരു പൂതി. പിന്നെ ഞാനിതാ ഷായിന്റെ ചിക്കൻ കാലുമായിട്ട് ചെറുതായിട്ടൊന്ന് എക്സ്ചേഞ്ച് ചെയ്തു. എനിക്ക് എല്ലുള്ള പീസാണ് ഇഷ്ടം. അങ്ങനെ ഏതായാലും നമ്മൾ യാത്ര തുടർന്നു. നമുക്കിനി ഒരുപാട് ദൂരമൊന്നും പോകാനില്ല കേട്ടോ. നമ്മളുടെ ഡെസ്റ്റിനേഷൻ എത്താനായിട്ടുണ്ട്. നമ്മളുടെ ധനുഷ്കോടി സൺസെറ്റ് കണക്കാക്കിയിട്ടാണ് ഞങ്ങളിപ്പോ പോകുന്നത് കേട്ടോ. എന്തൊരു ഭംഗിയാ കടൽ കാണാനറിയോ. നീല വെള്ളം, നീല ഭംഗിയറി കാണാൻ. ഞാൻ മാപ്പിൽ ഇത് കാണിച്ചു കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെയാണ് നമ്മളിനി പോകുന്നത്. നിർത്താൻ പറ്റൂല, അതിലൊക്കെ ഡ്രൈവർ ഉണ്ട്. ഏതായാലും നമ്മളിവിടെ ഇറങ്ങി കുറെ പേരൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു. ഇത് പാമ്പൻ പാലമൊക്കെ എത്തുന്നതിന്റെ കുറച്ച് മുന്നേ ആയിട്ടാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇവിടെ കാണാനായിട്ട്. നല്ല നീല കളറിലാണ് ആ ഒരു കടലിലെ വെള്ളം. വീണ്ടും യാത്ര തുടർന്നു. ദാ ആ കാണുന്നതാണ് പാമ്പൻ പാലം. ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലമാണ് കേട്ടോ ഇത്. ഇതിന്റെ അടിയിലൂടെ ഷിപ്പിനൊക്കെ പോവാം. അപ്പൊ അതിങ്ങനെ പോകുമ്പോൾ ഈ പാലം ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തി കൊടുക്കും. പക്ഷെ ആ കാഴ്ചയൊന്നും ഞങ്ങൾക്ക് കാണാൻ വേണ്ടി ടൈം ഉണ്ടായിരുന്നില്ല. ബിക്കോസ് സൺസെറ്റ് ആവുന്നതിന് മുന്നേ 6 PM ആവുന്നതിന് മുന്നേ നമുക്ക് ധനുഷ്കോടി എത്തണം. എന്താ രസം. ഇവിടെ നിർത്തി. ഏതായാലും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ 6 PM ആവുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ധനുഷ്കോടി എത്തി. പക്ഷെ മറ്റൊരു വലിയൊരു ട്വിസ്റ്റ് ആണ് സംഭവിച്ചത്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. എന്റെ ചാനലിലെ ധനുഷ്കോടി എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാൻ മറക്കരുതേ.